Hi everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് ആണ്. എനിക്കറിയാം മിക്കവരും ഈ ഒരു വ്ളോഗ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗിലോട്ട് പോവാം. ഷോപ്പിങ്ങിന് ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ KH എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചായയും ബട്ടർ ബന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ബട്ടർ ബൻ ഫാൻസ് താഴെ കമൻസിൽ പറയാം. പിന്നെ ചായയുടെ കൂടെ ബ്രൗണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ എനർജിയായി. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കയറി വന്നോടെ ഞാൻ ഹാംലീസ് ആണ് കണ്ടത്. അപ്പം നല്ല ക്യൂട്ടായിട്ട് ആ വീഡിയോ എടുത്തേ. ബാക്ക് ടു സ്കൂൾ സെക്ഷൻ എത്തി. ആദ്യം തന്നെ അവിടെ വാട്ടർ ബോട്ടിൽസ് ആണ് വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും അത്യാവശ്യമായിട്ടും വേണം, കാരണം കഴിഞ്ഞ വർഷത്തെ ലീക്കായി തുടങ്ങി. അപ്പോൾ പിന്നെ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സെല്ലോടെ വാട്ടർ ബോട്ടിൽ എടുത്തു. ഈ ഒരു ബാർബിയുടെ ലഞ്ച് ബോക്സ് എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? കുഞ്ഞിലത്തെ ആ ഒരു മെമ്മറീസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വേറെ കുറേ സ്റ്റേഷനറീസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുക്കാം. അടുത്ത് നമ്മൾ നോട്ട് ബുക്സ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ബ്രൗൺ പേപ്പർ അങ്ങനത്തെ സെക്ഷനിൽ വന്നു. അങ്ങനെ അത് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തു. ജോമെട്രി ബോക്സ് അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ക്രയോൺസ്, ക്ലേ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് കുഞ്ഞി പിള്ളേരുടെ ബുക്കിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. മെയിൻ സാധനം ബാഗ്, അതിൻ്റെ സെക്ഷനിലെത്തി. ഇവിടെ കുറേ കുഞ്ഞി പിള്ളേരുടെ ബാഗ് ഉണ്ട്, പിന്നെ കുടയുണ്ട്, വലിയ പിള്ളേരുടെ ഉണ്ട്. എനിക്ക് കുഞ്ഞി പിള്ളേരുടെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ. അടുത്ത് കുറേ പെൻ സെറ്റ്, സ്റ്റേഷനറി കിറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അനിയൻ കുറച്ച് സെറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആയിട്ട് ടവൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നില്ലേ, ആ ഒരു ടവലാണ് എടുത്തത്. ഇനി നമുക്ക് മിനിസോ പോയിട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റേഷനറി സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉള്ളിൽ കയറി ഷോപ്പിംഗ് ചെയ്യാം. നമുക്ക് ബാസ്ക്കറ്റ് എടുത്ത് ഉള്ളിൽ പോയി സ്റ്റേഷനറീസൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ബാ. എനിക്ക് പിന്നെ ബാർബി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയത് ആ ഒരു സെക്ഷനിലോട്ടാണ്. അപ്പോൾ പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട്, ആ ഒരു പഴയ കളക്ഷൻസും ഉണ്ട്. ബാർബി ഫാൻസ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഓരോ സംഭവങ്ങളായിട്ട് നോക്കുന്നുണ്ട്. ബാർബിയുടെ ഓർഗനൈസേഴ്സ്, പിന്നെ മേക്കപ്പ് സ്റ്റോറേജ് ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഓരോ സംഭവങ്ങളായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് ബാർബി സെക്ഷൻ. ഞാൻ പിന്നെ ഓർഗനൈസേഴ്സ് നോക്കുകയാണ്. ഇതാ ഇവിടെ കുറേ ഉണ്ട്. ഞാൻ ഇതിന് മുൻപ് ഇവിടെ നിന്നൊരു വൈറ്റ് ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ആണ്. സാൻഡ്രിയോ തീമിൽ വരുന്ന ഓർഗനൈസേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ മിനിസോയിൽ ബ്ലൈൻഡ് ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു ബ്ലൈൻഡ് ബോക്സ് അൺബോക്സിങ് വീഡിയോസൊക്കെ ഞാൻ കുറേ കാണാറുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാൻഡ്രിയോ പിന്നെ പല തീമിലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് BTSൻ്റെ ഫാൻസിന് പറ്റിയൊരു ലോകം തന്നെയാണ്. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവരുടെ പല എന്താ പറയുക സ്റ്റേഷനറീസ് ഉണ്ടായിരുന്നു, നെക്ക് പില്ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല 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 സംഭവങ്ങളുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞി ട്രോളി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. സാൻഡ്രിയോ ക്യാരക്ടേഴ്സിൻ്റെ ട്രോളീസ് ഉണ്ടായിരുന്നു, പിന്നെ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഗ്രംപി ആയിട്ടുള്ള ഈ ഒരു ക്യൂട്ട് ഓർഗനൈസർ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ലിപ് ബാംസ് ഉണ്ടായിരുന്നു. സാൻഡ്രിയോ ക്യാരക്ടേഴ്സിൻ്റെ വെറ്റ് വൈപ്സ്, ഹാരി പോട്ടറിൻ്റെ സംഭവങ്ങളാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ അത് പോയി കാണണേ. അങ്ങനെ സ്റ്റേഷനറി സെക്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. പേപ്പർ ക്ലിപ്സ് അങ്ങനത്തെ സംഭവങ്ങളുടെ സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പല വെറൈറ്റി പെൻ ഉണ്ടായിരുന്നു, നോട്ട് പാഡ് ഉണ്ടായിരുന്നു, നോട്ട് ബുക്സ് ഉണ്ടായിരുന്നു. അടുത്ത് വാട്ടർ ബോട്ടിലിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. ഷീറ്റ് മാസ്കിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുന്ന് 2 ഷീറ്റ് മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനിതുവരെ തട്ടുകടയിൽ പോകുന്ന വ്ളോഗൊന്നും ഇങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പോയത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ദോശ, ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, പപ്പടം, അത് പിന്നെ രസവട അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ രസവട എന്താ പറയുന്നതെന്ന് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോട്ട് വരുന്നത് കുണ്ടമൺ കടവാണ്, ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ചൂടോട് എഗ്ഗൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പൊരിച്ച മുട്ട, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഐസ് ബേയിൽ പോയിട്ടുണ്ടായിരുന്നു. പല ഫ്ലേവറിലുള്ള ഐസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ന്യൂട്ടെല്ല മിൽക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അത് ഓടിപ്പോയി കാണണേ. അപ്പോൾ ഇങ്ങനെ ഐസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. നമുക്കിനി നാളെ കാണാം. അങ്ങനെ ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ ഓഫ് അവർ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഷോപ്പിലാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറീസും ബാക്ക് ടു സ്കൂൾ സംഭവങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഇവിടെ പലതരം സ്റ്റേഷനറീസ് ഉണ്ട്, പൗച്ചസ് ആൻഡ് എവറിത്തിങ് എല്ലാം ഉണ്ട്. ഇവിടെ ഈ ഒരു ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു ബാഗ്സ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുള്ളതുകൊണ്ട് അമ്മയെ വിളിക്കാനായിട്ട് ഞങ്ങൾക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനുള്ള ഇതിലായി. ഇവിടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെയുണ്ട്. ബാഗ്സ് ഉണ്ട്, ലഞ്ച് ബാഗ്സ് ഉണ്ട്, പിന്നെന്താ പറയുക, പൗച്ചസ്, അങ്ങനെ പല പല സംഭവങ്ങളും കുറേ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഒരു ബാർബിയുടെ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടല്ലേ. പിന്നെ അവിടെ കുറേ സ്റ്റേഷനറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ധൃതി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ്സും മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഹെർഷീസിൻ്റെ മിൽക്ക് ഷേക്ക് കുടിച്ചു. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ലുലുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പല ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ അവിടെ കുറേ സ്റ്റേഷനറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് വിശന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എനിക്കും അമ്മയ്ക്കും കൂടെ ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ എൻ്റെ അനിയനും ബീഫ് ബിരിയാണിയും വാങ്ങി. പിന്നെ പപ്പ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ടും ബിരിയാണി വിളമ്പി. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്ക് മിക്കവർക്കും ബിരിയാണിയാണ് ഇഷ്ടം. അതുപോലെയാണ് ഞാനും. എനിക്കും നല്ല ഇഷ്ടമാണ് ബിരിയാണി. അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ ബിരിയാണിയൊക്കെ എടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു ചിക്കൻ ബിരിയാണി. അങ്ങനെ ആസ്വദിച്ച് ഓരോ വായും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളമ്പി അത്രയും ബിരിയാണി തീർക്കാനുള്ള തത്രപ്പാടിലാണ്. എന്ത് പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണല്ലോ, അപ്പോൾ നമ്മൾ ആസ്വദിച്ചേ കഴിക്കും. അങ്ങനെ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഞാൻ ലെമൺ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പം ഞാൻ ബിരിയാണി കഴിച്ചിട്ട് മിക്കവാറും ഇങ്ങനെ ലെമൺ ജ്യൂസാണ് ഓർഡർ ചെയ്യുക. കാരണം പാല് അങ്ങനത്തെ സംഭവം ഒന്നും കുടിക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് ലെമൺ ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ലുലുവിൽ വന്നു. ഞാൻ 12th ആയതുകൊണ്ട് എനിക്ക് ട്രാൻസ്പെറൻറ്റ് റൈറ്റിംഗ് ബോർഡ് വേണമായിരുന്നു. അങ്ങനെ അതെടുത്തു. എൻ്റെ അനിയനും അതാണ് എടുത്തത്. ഞാൻ എന്താ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബാർബിയുടെ സ്റ്റേഷനറി സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. അങ്ങനെ പേപ്പ പിഗ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏകദേശം സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബാഗ് കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ അനിയൻ എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ബാഗും കൂടെ ഉള്ളൂ. അപ്പോൾ അത് നോക്കാൻ നമുക്കൊന്ന് ലുലു ഫാഷൻ സ്റ്റോറിലും വേറെ സെക്ഷൻസിലൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ബില്ല് ചെയ്തിട്ട് ലുലു ഫാഷൻ സ്റ്റോറിൽ പോവാം. ഇവിടെ നോക്കിയപ്പോൾ ബാർബിയുടെ പല ടോയ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ബാർബി ഭയങ്കര ഇഷ്ടമാണ്. എന്തോ കുഞ്ഞിലേ ഇഷ്ടം ഉള്ളതുപോലെ ഇപ്പോഴും അതിഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഒരു ഫാഷൻ സ്റ്റോറിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഹൈപ്പറിലെത്തി. ഹൈപ്പറിലെ ബാഗ്സും അങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചത് കിട്ടിയില്ല. അപ്പോൾ അതും വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് പെന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഹൈപ്പറിലോട്ട് നമ്മൾ വന്നു. അങ്ങനെ ഇവിടെ കുറേ പെൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പെന്നൊക്കെ സെലക്ട് ചെയ്തു. കുറേ നാളുകളായിട്ട് ബ്രഷ് പെൻ വാങ്ങണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ അതും വാങ്ങി. ഫേബർ കാസ്റ്റലിൻ്റെ ബ്രാൻഡ് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ സ്കെച്ചാണ് ഞാൻ വാങ്ങിയത്. അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ്, പൗച്ചസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ബാർബിയുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിലും ആ ഒരു പൗച്ചൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷനറീസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതായി ഈ ഒരു ബാർബിയുടെ ബാഗ് കണ്ടു. അങ്ങനെ നമ്മൾ വാങ്ങിയ സംഭവങ്ങളെല്ലാം ബില്ല് ചെയ്തു. ഇനി കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്ലിപ്പ് എൻ്റെ നിന്ന് പോയി. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ടേക്ക് അവേ കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നു, വാനില ആൻഡ് ബട്ടർ സ്കോച്ച് ഫ്ലേവർ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് വാങ്ങിയത് നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗിൽ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാൾ. ആദ്യം നമുക്ക് എൻ്റെ അനിയൻ്റെ സാധനങ്ങൾ നോക്കാം. അപ്പോൾ അവൻ്റെ ബാഗ്, ബുക്സ് എല്ലാം നമുക്ക് നോക്കാം. അവന് കുറേ സ്റ്റേഷനറി ഉണ്ട്. അവൻ്റെ സ്റ്റേഷനറീസ് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റേഷനറീസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വാങ്ങുന്നത് എന്തായാലും നമ്മുടെ ബാഗ് ആയിരിക്കും. നമുക്ക് ബാഗ് നോക്കാം. ബാഗ് ഈ ഒരു ബാഗാണ്, കാണല്ലോ അല്ലേ? ഇതാണ് അവൻ സെലക്ട് ചെയ്ത ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് മനസ്സിൽ പറയാം. ഇത് വാഗനാറിൻ്റെ ബാഗാണ്, വാഗനാറാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ ബാഗ്. അപ്പോൾ ഈ ബാഗിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതാ ഫ്രണ്ടിലൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളായിട്ട് തുറന്ന് നോക്കാം. അതിനകത്ത് ഞങ്ങൾ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു ബോക്സാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇന്നാണ് വാങ്ങിയത്. ഞാൻ ഈ ഒരു ഹോൾ വീഡിയോ എടുക്കുന്നത് 31-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുമോ അതോ ജൂൺ 1-ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ജൂൺ 1 ആയിരിക്കും. കാരണം ഇപ്പോൾ 10 താരീഖ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ഹോൾ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്താ വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ ആയിട്ട് ഞാനൊരു ഷോർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഈ ഒരു സംഭവമുണ്ട്, ഈ ഒരു കുഞ്ഞി ലെയർ. പിന്നെ ആദ്യത്തെ കൊള്ളാമെന്ന് പറയണേ.
അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വാട്ടർ ബോട്ടിലാണ്. ഇത് എന്താ പാൻഡയുടെ ഈ ഒരു വാട്ടർ ബോട്ടിൽ. ഇവൻ കുഞ്ഞി വാട്ടർ ബോട്ടിലാണ് എടുത്തത്. പക്ഷെ ഞങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞു വലിയ വാട്ടർ ബോട്ടിൽ എടുക്കുന്നുണ്ട്. പക്ഷെ അവനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിക്കവാറും അവന് 2 വാട്ടർ ബോട്ടിൽ കൊടുക്കേണ്ടി വരും. പിന്നെ അവൻ വെള്ളം കുടിക്കുന്നത് കണക്കാണ്, അവൻ കുടിക്കലേ ഇല്ല. പക്ഷെ കുടിക്കാൻ മാക്സിമം ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലുത് വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ അവൻ സമ്മതിച്ചില്ല. എന്തായാലും ഇതാണ് അവൻ്റെ വാട്ടർ ബോട്ടിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബുക്സ് ആണ്. അപ്പോൾ കുറച്ച് ബുക്സ് ഞാൻ അതിനുള്ളിൽ വെച്ചിട്ടുള്ളൂ. കുറേ ബുക്സ് ഉണ്ട്. ഇനി അവൻ 7th-ലോട്ടല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബുക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നെയിം സ്ലിപ്പ് വേണ്ടില്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെയിം സ്ലിപ്പ് ഞങ്ങൾ ലുലുന്നാണ് വാങ്ങിയത്. അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റ്, അങ്ങനെ ഓരോ ഇൻവെൻറ്റേഴ്സ്, അങ്ങനെ കുറച്ച് നെയിം സ്ലിപ്പാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. അപ്പോൾ ഇതിന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു ഷോർട്ടായിട്ട്. പക്ഷേ ഞാൻ ഇതിന് ഓൾറെഡി ഒപ്പിച്ചു പോയി, അതാണ് ഇങ്ങനെ ഷോർട്ട്സ് ആയിട്ട് ഇടാത്തത്. അപ്പോൾ ഇതാണ് അവരുടെ ബുക്സ്. ഈ ഒരു കമ്പാർട്ട്മെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കമ്പാർട്ട്മെന്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ ഒരു ബോക്സ് കാണിച്ചില്ലെന്ന്. ഇത് അമ്മ വാങ്ങിയതും മറ്റൊരു പപ്പ വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ 2 ബോക്സ് എന്ന് വിചാരിക്കും. അപ്പോൾ എന്തോ ഈ ഒരു ബോക്സ് അവൻ ആദ്യമേ ഇഷ്ടപ്പെട്ടു. അമ്മ അയച്ചു കൊടുത്തതായിരുന്നു. അമ്മ ഷോപ്പിൽ പോയിട്ട് പിക്ചർ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും ഇതുപോലെ 2 ബോക്സ് വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ബൈക്ക് എനിക്കും പപ്പയ്ക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൻ അതും കൂടെ എടുക്കാമെന്ന്. കാരണം ഞാൻ വേറൊരു ബോക്സും കൂടെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് അവൻ കൂടെ വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബോക്സും കൂടെ. അപ്പോൾ ഇതൊരു മോട്ടു പത്ലുവിൻ്റെ ബോക്സാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ബുക്കുണ്ട്, TP ബുക്കില്ലേ അത്. പിന്നെ ലഞ്ച് ബോക്സ്, ചെറിയ ലഞ്ച് ബോക്സ് ആണ് വാങ്ങിയത്. കാരണം അവൻ കുറച്ച് ക്വാണ്ടിറ്റിയെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫുഡ് കൊടുക്കാത്തതാണോ? അങ്ങനെയല്ല. അവൻ ഫുഡ് എന്താ പറയുക, ചോറ് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കൽ ഭയങ്കര മടിയാണ്. പക്ഷെ നിങ്ങൾ വീട്ടിലാണെങ്കിൽ നമുക്ക് എത്ര വേണം കഴിപ്പിക്കാമല്ലോ അവനെ. പക്ഷെ സ്കൂളിൽ പോയി അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ ലഞ്ച് ബോക്സ് വാങ്ങിയത്. പിന്നെ അവൻ നിർബന്ധിച്ചിട്ടാട്ടോ ഈ ഒരു ചെറിയ ലഞ്ച് ബോക്സ്. പിന്നെ ഇതാ റൈറ്റിംഗ് ബോർഡാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ട്രാൻസ്പെറൻ്റ് ആണല്ലോ, ഇത് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചതാട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങി. അപ്പോൾ അത് ഇതിലോട്ട് ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായി. അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി റൈറ്റിംഗ് ബോർഡ് കിട്ടി. അപ്പോൾ ഇതാണ് റൈറ്റിംഗ് ബോർഡ്. പിന്നെ പെന്നിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഡോംസിൻ്റെ ഒരു പെന്നിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലും ബ്ലൂ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു 3-4 ബ്ലാക്ക് ഉണ്ട്. പിന്നെ 2 റെഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റ്. പിന്നെ അവൻ ഈ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് സ്കൂളിന് അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ലാതെ അവൻ്റെ ഡ്രോയിങ്ങിനോട് ഭയങ്കര ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു സെറ്റ്. അവനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. പക്ഷെ നിങ്ങൾ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് കാണിച്ചതാ. അപ്പോൾ ഇതിൽ പല പല സംഭവങ്ങളുണ്ട്. എന്താ ഈ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. പിന്നെ പല പല സംഭവങ്ങളുണ്ട്. സ്കെച്ച് ഉണ്ട്. പിന്നെ പെൻസിലുണ്ട്. ഇത് അവൻ ഓൾറെഡി ഒരു ഷോർട്ടായിട്ട് അവൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഒരു സ്റ്റീലുണ്ട്. വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിനുള്ളിൽ കാണാനില്ല. കാരണം അവൻ ഉപയോഗിച്ച് തുടങ്ങിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആ പെൻസിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു പെൻസിൽസ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ജാംട്രി ബോക്സ് ആണ്. സോറി, ഇതാണ് ജാംട്രി ബോക്സ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ബേസിൽ കിട്ടി ജോമെട്രി ബോക്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രോസൺ പല രീതിയിൽ ജോമെട്രി ബോക്സ് ഉണ്ട്. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇപ്പോൾ വിചാരിക്കുമ്പോൾ ദേ റിയലി ലക്കി. എന്താ പറയുക, എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു ജോമെട്രി ബോക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനുള്ളിൽ ഇങ്ങനെ ജോമെട്രി ബോക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. അതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അരിയാ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഓരോ സാധനം താഴെ പോയി. പിന്നെ എന്താ, ഇതിൻ്റെ കൂടെ ടൈം ടേബിളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എല്ലാം തലതിച്ചാണല്ലോ കാണിങ്ങനെ. ടൈം ടേബിളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അനിയൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ആ ബാഗിനുള്ളിലേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നെയിം സ്ലിപ്പ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 2 പില്ലോസ് വാങ്ങിയിട്ടുണ്ട്. അത് സ്റ്റേഷനറിയോ ബാക്ക് ടു സ്കൂൾ സാധനമൊന്നും അല്ല. പക്ഷെ നമ്മുടെ ആ ഒരു സെക്ഷനിലാണ് ആ ഒരു സംഭവം കണ്ടത്, ബാക്ക് ടു സ്കൂൾ സെക്ഷനിൽ. അപ്പോൾ
നമ്മൾ 2 പില്ലോസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് പില്ലോ എന്ന് പറയുന്നത് ഈ ഒരു പില്ലോ ആണ്. അവൻ്റെ തന്നെ അവഞ്ചേഴ്സിൻ്റെ പില്ലോ ആണ്. സോ ഇതാണ് ഫസ്റ്റ് പില്ലോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയതാണ്. ഞാൻ അവിടെ ഫ്രോസൺ സെല്ലുള്ള കുറേ കണ്ടു, പക്ഷെ ലാസ്റ്റ് ഈ ഒരു മിക്കി മിന്നിയുടെ വാങ്ങി. ഇതാണ് ഞാൻ വാങ്ങിയ പില്ലോ. അപ്പോൾ നമ്മൾ ഈ 2 പില്ലോസും കൂടെയാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ബാക്കി 8 സ്റ്റേഷനറി സാധനങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വാങ്ങിയത് ഈ ഒരു ബോക്സ് ആണ്. ഫ്രോസൻ്റെ ഈ ഒരു ബോക്സ് ആണ് നമ്മുടെ എൽസയുടെ. ഫ്രോസൺ 2 ആണ് കേട്ടോ തീം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു കുഞ്ഞി ലെയർ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്കെയിൽ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആദ്യം തന്നെ ഡിസ്നി പ്രിൻസസസിൻ്റെ ഒരു സ്കെയിൽ വരുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഒരു പെൻസിൽ വരുന്നുണ്ട്, പിന്നെ ഒരു ഇറേസർ വരുന്നുണ്ട്, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ടൈം ടേബിളും കൂടെ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞി ടൈം ടേബിൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിനുള്ളിലുള്ളത്. പിന്നെ അടുത്ത ബോക്സ് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞത് 2 ബോക്സ് ഉണ്ടെന്ന്, എല്ലാം സെയിം ആയി പോയില്ലേ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ ലഞ്ച് ബോക്സ്. അപ്പോൾ ഈ ഒരു രീതിയാണ്, നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിലും ഇങ്ങനെ ലെയർ വരുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ എന്തൊക്കെ വാങ്ങിയോ അതിലെല്ലാം ഇങ്ങനെ ലെയർ സംഭവങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ലഞ്ച് ബോക്സ് ആണ്. സോ ദിസ് ഇസ് ദ ലഞ്ച് ബോക്സ്. ഇത് ലോക്ക് ആയില്ല. അയ്യോ, ഇത് ലോക്ക് ആവട്ടെ. യെസ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിയത് പെന്നാണ്. ഈ 2 സെറ്റ് പെൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. നമ്മുടെ ക്ലാസ് പീൻസിൻ്റെ ഒപ്റ്റീൻ ബോൾ പെൻസ്. ഇത് നല്ല കളർഫുൾ പെൻസ് ആണ്. പിന്നെ നമ്മൾ ലെക്സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പെന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ 2 സെറ്റ് പെന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് ആസ് യൂഷ്വൽ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഇത് കമ്പനിയെ സെല്ലോ കമ്പനിയുടെ വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് വാട്ടർ ബോട്ടിൽ. ആൻഡ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് റൈറ്റിംഗ് ബോർഡാണ്. അപ്പോൾ ഇതാണ് റൈറ്റിംഗ് ബോർഡ്. ഇതേ സെയിം റൈറ്റിംഗ് ബോർഡാണ് എൻ്റെ അനിയന് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അവൻ അതിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പക്ഷെ നമുക്ക് ഈ വർഷം ബോർഡ് എക്സാം ഉള്ളതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് റൈറ്റിംഗ് ബോർഡാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ കളർഫുൾ എടുക്കുമായിരുന്നു. പക്ഷെ എൻ്റെ അനിയന് ട്രാൻസ്പെറൻറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കളർഫുൾ എടുക്കുമായിരുന്നു, പക്ഷെ അവൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനുള്ള പ്ലാനിൻ്റെ ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഇതാണ് എൻ്റെ റൈറ്റിംഗ് ബോർഡ്. പിന്നെന്താ, പിന്നെ നമ്മുടെ സ്കൂളിലെ യൂഷ്വൽ സാധനങ്ങളുണ്ടല്ലോ, നോട്ട് ബുക്സ്. അങ്ങനെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് നോട്ട് ബുക്സ്. ഇതാണ് നോട്ട് ബുക്സ്. പിന്നെന്താ, ഇത് അവൻ്റെ നോട്ട് ബുക്സ് നേരത്തെ കാണിച്ചത്. പിന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ട്. അതിവിടെ ഇപ്പുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കാതെ വിചാരിച്ച് വെച്ചതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോംസിൻ്റെ ഈ ഒരു ബ്രഷ് പെൻ സെറ്റാണ്. അപ്പോൾ എനിക്കിത് കുറച്ച് നാളായിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും ഇങ്ങനെ പല ബ്രഷ് പെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അസൈൻമെൻറ്റും പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ അത് വാങ്ങി. ഇത് മെയിൻ പർപ്പസ് അതൊന്നും അല്ല, എനിക്കല്ലാതെ ക്രാഫ്റ്റിന് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു അസൈൻമെൻറ്റ്സിന് നല്ല യൂസ്ഫുൾ ആണ് ഇത്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഓപ്പൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് TP ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ക്യൂട്ട് TP ബുക്സ്. ഫസ്റ്റ് ഇതാണ്, നല്ല ക്യൂട്ടാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് TP ബുക്ക്. പിന്നെ എന്താ ഈ ഒരു ബുക്ക് ലാസ്റ്റ് മിനിറ്റിൽ, അതായത് നമ്മൾ വാങ്ങിയിട്ട് ഇറങ്ങാൻ നേരത്തെ, ലുലുന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഓടിപ്പോയി എടുത്ത ബുക്ക് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നെക്സ്റ്റ് ഈ ഒരു ബുക്കാണ്. ആൻഡ് തേർഡ് വൺ ഈ ഒരു ബുക്കാണ്. അപ്പോൾ ഈ 3 എനിക്ക് നല്ല പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 TP ബുക്ക്. പിന്നെന്താ, ആസ് യൂഷ്വൽ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വേറെ ഒരു TP ബുക്കും കൂടി ഇട്ടുണ്ട്. ഇത് കുറച്ച് വലിയ TP ബുക്കാണ്. ഈ ഒരു TP ബുക്ക് ഇത് നമുക്കറിയാമല്ലോ, 12th ക്ലാസ് നേരത്തെ തുടങ്ങി. ഞാൻ അന്നൊരു വീഡിയോ ഇട്ടു, ഏപ്രിലിൽ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുക്സൊക്കെ ഉപയോഗിച്ചു. അതാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ബുക്സ് ഒന്നും ഞാൻ കാണിക്കാത്തത്. അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ഒരു TP ബുക്ക്. പിന്നെന്താ, നമ്മുടെ ബോക്സ് മെയിൻ ബോക്സാണ്. അപ്പോൾ ഇത് അമ്മ എനിക്ക് വാങ്ങിത്തന്ന ബോക്സ് ആട്ടോ. മറ്റത് പപ്പ വാങ്ങിയതാണ്, ഇത് അമ്മ വാങ്ങിയത്. ഇത് അമ്മ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. ഇത് ബാർബിയുടെ ഈ ഒരു ബോക്സാണ്. അതായത് അമ്മ ഇന്റേൺഷിപ്പിന് പോയിട്ട് വന്ന സമയത്ത് എനിക്ക് അയച്ചു തന്നു, ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ്.
ആൻഡ് ആ ഒരു എൽസയുടെ ബോക്സ് ഇന്ന് പോയി പപ്പ പെട്ടെന്ന് സർപ്രൈസിൽ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അങ്ങനെ അതും വാങ്ങി 2 സർപ്രൈസസ്. അപ്പോൾ ഇത് നമ്മുടെ ബോക്സാണ്. ഇതിനുള്ളിലും ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഈ വർഷം വാങ്ങിയ എല്ലാ സംഭവങ്ങളിലും ലെയർ സംഭവങ്ങളുണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ അടിപൊളി ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റേഷനറീസ്. ഇനി നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ വലുതായിട്ട് ഒരു സംഭവമൊന്നുമില്ല. പിന്നെ നമ്മൾ നെയിം സ്ലിപ്സ് വാങ്ങിയിട്ടുണ്ട്. നെയിം സ്ലിപ്സ് എല്ലാം കൂടെ അലങ്കോലമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ നെയിം സ്ലിപ്സ് ഇതാണ്. അവൻ നറുട്ടോടെ ഈ ഒരു നെയിം സ്ലിപ്പ് ഇത് ഞങ്ങൾ ഇന്ന് വാങ്ങിയ നെയിം സ്ലിപ്പാണ് ഇന്ന്. അപ്പോൾ അവൻ ഷോപ്പിൻ്റെ കൂടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് നറുട്ടോ. എനിക്കല്ല, അവന് നല്ല ഇഷ്ടമാണ് നറുട്ടോ. അപ്പോൾ അങ്ങനെ ഇതെടുത്തതാണ്. അപ്പോൾ നറുട്ടോൻ്റെ നെയിം സ്ലിപ്പ് എടുത്തു. ഇനി നമുക്ക് ഞാൻ വാങ്ങിയ കുറച്ച് നെയിം സ്ലിപ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വാങ്ങിയത് ഈ ഒരു ആംഗ്രി ബേർഡ്സിൻ്റെ നെയിം സ്ലിപ്പാണ്. ഈ ഒരു നെയിം സ്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് ആ ഒരു നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്സ് ആണ്. അപ്പോൾ യൂണിക്കോൺ ഫാൻസിന് ഇതൊരു സംഭവമാണ്. അപ്പോൾ യൂണിക്കോൺ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയണേ. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ ബാർബിയുടെ നെയിം സ്ലിപ്പാണ് അത് വാങ്ങിയിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ്. അപ്പോൾ ബാർബിയുടെ നെയിം സ്ലിപ്സ് വാങ്ങി. പിന്നെ നല്ല ക്യൂട്ട് കുഞ്ഞി പിള്ളേരുടെ നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് നെയിം സ്ലിപ്പും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു നെയിം സ്ലിപ്പ്. അപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയും ആംഗ്രി ബേർഡ്സിൻ്റെ ഒരു അതേ സെയിമല്ല വേറൊരു നെയിം സ്ലിപ്പാണ്, അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയും 2 ബാർബിയുടെ നെയിം സ്ലിപ്പും കൂടെ ഉണ്ട്. ഇതും പിന്നെ ഇതും ഇപ്പം കാണിച്ച 2 നെയിം സ്ലിപ്പും ഞാൻ ഇന്ന് പോയി വാങ്ങിയ നെയിം സ്ലിപ്പാണ്. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതുവരെ ബാഗ് കാണിച്ചില്ലല്ലോ, എന്താ റീസൺ എന്ന് നിങ്ങൾ വിചാരിക്കും. ബാഗ് ഞാൻ കാണിക്കും, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കില്ല. ഞാൻ ബാഗ് വാങ്ങിയിട്ടുണ്ട്, വാങ്ങാത്തതൊന്നുമല്ല. ഈ വർഷം ഞാൻ ബാഗ് വാങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തിന് അങ്ങനെ വലിയ കേടുപാടില്ല, പക്ഷെ അഴുക്കൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ വർഷം കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു, അല്ലാതെ ദൂരത്തൊന്നും വിചാരിക്കരുത്, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ബാഗ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബാഗിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത് ഏത് വീഡിയോയിലായിരിക്കും എന്ന് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് 12th എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലായിരിക്കും ഞാൻ എൻ്റെ ബാഗ് കാണിക്കാൻ പോകുന്നത്. എനിക്കറിയാം എനിക്ക് സങ്കടമായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പ്രതീക്ഷിച്ചിട്ട് കാണിക്കാത്തത്, സോറി. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിൽ ബാഗ് കാണാം. അപ്പോൾ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ രസമുള്ളൂ. പക്ഷെ ബാഗിന് ഒരു ഹിന്റ് ഉണ്ട്. അതായത് ബാഗിനൊരു ഹിന്റ് ഉണ്ടെന്നല്ല, ബാഗ് എങ്ങനത്തെ ബാഗാണെന്ന് ഞാനൊരു ഹിന്റ് തരാം. ഒരു സംഭവമാണ് കപ്പുള്ളത് ഇവിടെ. ഇതാണ് ഹിന്റ്. അതായത് എൻ്റെ ബാഗ് ഹിന്റ് ഞാൻ പറഞ്ഞു തരാം അല്ലേ. ഹിന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ബാഗ് 3D ബാഗാണ്, അതാണ് ഹിന്റ്. അപ്പം ഞാൻ ഇതുവരെ ലൈഫിൽ ഇങ്ങനെ ഒരു 3D സ്കൂൾ ബാഗൊന്നും കൊണ്ടുവരില്ല. അപ്പം ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്ഡേറ്റ് അല്ലല്ലോ, എന്താ ആ ഒരു ബാഗിനെ പറ്റിയുള്ള ഒരു ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ ഞാൻ കുറച്ച് അത്യാവശ്യ സാധനങ്ങളില്ലേ, അതായത് വേറൊരു സ്കെയില് വാങ്ങി. ഞാൻ സ്കെയില് നിങ്ങൾക്ക് മറ്റേ ബോക്സിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, പക്ഷേ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കെയില് വാങ്ങി. പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് എന്താ പെൻസിൽസ് ഒക്കെ വേണമല്ലോ. അപ്പം ഞാൻ 2 കുഞ്ഞി പെൻസിൽസ് വാങ്ങി. പിന്നെ ഇത് ഗ്ലൂ ആണ്, വൈറ്റ് ഗ്ലൂ, അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ഇറേസർ വാങ്ങിയിട്ടുണ്ട്, 2 എണ്ണം വാങ്ങി. അപ്സരയുടെ തന്നെ 2 ഇറേസേഴ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഷാർപ്പറും കൂടെ വാങ്ങി. കാണാൻ ഈ ഒരു പിങ്ക് ഷാർപ്പറും കൂടെ വാങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ്. വെയിറ്റ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ ഒരു കുടയാണ്, ഈ ഒരു വലിയ കാലക്കുട എന്നൊക്കെ പറയില്ലേ, അത് മതി. ഒരു വലിയ കുട, ഇതിൻ്റെ അനിയൻ്റെ കുടയാണ്. ഞാൻ കുട വാങ്ങിയില്ല, കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു കുട. അപ്പോൾ ഇതും കൂടെ കാണിച്ചു തരാം. തുറന്നു കാണിക്കല്ലേ. ഇതാണ് നമ്മുടെ ഇത് കാണില്ലല്ലോ, ഇതാണ് നമ്മുടെ വലിയ കുട, ഒരു ഓറഞ്ച് കുട. ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ കുറച്ച് നേരത്തെയുള്ള സംഭവങ്ങളുണ്ട്, ബാക്കി യൂഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓൾറെഡി ഉള്ള കുറച്ച് നെയിംസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്. പിന്നെ കുടയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ താഴെ പോയി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ കുട പോയി താഴെ നിന്ന് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കുട. ഇത് കഴിഞ്ഞ വർഷത്തെയാ. പിന്നെ കുറച്ച് കളറൊക്കെ ഫീഡായിട്ടുണ്ട്, അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കുട എന്ന് പറയുന്നത്. നല്ല ക്യൂട്ട് കുടയാണ്. പിന്നെ ലൈറ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാം, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്തായാലും നല്ല കുട തന്നെ, ഒരു പ്രശ്നമില്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു കുട.
പിന്നെ ഒരു എന്താ പറയുക, അടിപൊളി കുടയാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയത്, കഴിഞ്ഞ വർഷമല്ല, എനിക്ക് തോന്നുന്നു 10th വാങ്ങിയ കുടയാണ്, 10th വാങ്ങിയ കുട. അപ്പോൾ ഇതുവരെ കേടുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് തന്നെ ഉപയോഗിക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ കുട. പിന്നെ നമ്മളെന്താ ബേസിക്കായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റേഷനറീസ് ഉണ്ട്, പിന്നെ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു ക്യൂട്ട് പിങ്ക് അല്ല യെല്ലോ പെൻസിൽ, ഇത് ലിപ്സ്റ്റിക്കിൻ്റെ പെൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി. അപ്പോൾ ഞാനങ്ങനെ വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ നമ്മുടെ ഹോൾ ഇവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിങ്ക് കുടയിൽ കുറച്ചും കൂടെ എന്താ പറയുക ബ്യൂട്ടി ഉണ്ട്, അതായത് നല്ല ഭംഗിയുള്ള കുടയാണ്. പക്ഷെ അത് ക്യാമറയിൽ അത്ര അറിയുന്നില്ല. അതിൽ വൈറ്റ് സ്റ്റാർസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള കുടയാണ്. എനിക്ക് തോന്നുന്നു ഇരുട്ടല്ലേ, അതായത് രാത്രി ആയതുകൊണ്ടാണ് ആ ഒരു ഭംഗി എൻഹാൻസ് ചെയ്ത് കാണിക്കാത്തത്. അതാണ് അപ്പം എൻ്റെ കുട. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും താഴെ കമൻസിൽ എന്തായാലും പറയാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കമൻസിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഫൺ ആൻഡ് അമേസിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പറ്റി താഴെ കമൻസിൽ പറയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾഡ് വീഡിയോസ് എല്ലാം ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫൺ ആൻഡ് അമേസിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.